മാഹിൻ എന്നാണ് പേര്. 3 വയസ്സുള്ള കുട്ടിയാണ്. ഇപ്പോൾ ഓൾറെഡി ഇപ്പോഴേ മൊബൈല് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ നേരത്തും കാര്യങ്ങളൊക്കെ. നമുക്കതെങ്ങനെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും? അപ്പോൾ ഫോൺ കൊടുക്കാതിരുന്നാൽ തന്നെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ, ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കൂല. ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. 3 വയസ്സുള്ള കുട്ടിയുടെ മൊബൈൽ അഡിക്ഷൻ എന്ത് ചെയ്യണം എന്നാണ് അല്ലേ? ഒന്ന് മൈക്കിൻ്റെ ഒരു പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടോ. 3 വയസ്സായ കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ആറ്റിറ്റ്യൂഡാണ് ആദ്യം. കാരണം നിങ്ങളാ കുട്ടിനെ കേടുവരുത്തി എന്നാണ് പറയാൻ ഒച്ച മലയാളത്തിൽ. നിങ്ങളെ ആൾക്കാർ ആരും അറിയാത്തതുകൊണ്ട് പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് നമ്മൾ അടിസ്ഥാനപരമായി പഠിക്കേണ്ട പാഠം, കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു കളിവസ്തുവല്ല മൊബൈൽ. ഈ മൊബൈലിൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ, ഈ സ്ക്രീന് അതിൽ മാറി വരുന്ന സംഗതികൾ, ഇത് എത്ര നന്മയുടേതാണെങ്കിലും തിന്മയുടേതാണെങ്കിലും കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയെ അപകടകരമായി ബാധിക്കുന്ന സാധനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നോ സ്ക്രീൻ അണ്ടിൽ 6 എന്നാണ് ആ രംഗത്തുള്ള വിദഗ്ധന്മാർ പറയുക. 6 വയസ്സ് വരെ സ്ക്രീൻ ഇല്ല. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മൊബൈൽ നിങ്ങളുടെ കുട്ടിയില്ലാത്ത സമയത്ത് ഉപയോഗിക്കുകയും അത്യാവശ്യമുള്ള സമയങ്ങളിൽ മാത്രം. ഇപ്പോൾ അത് സ്ക്രീൻ എന്ന് പറയാം, ഫോണോ ടെലിഫോണോ വീഡിയോ കോളോ എല്ലാം ഓക്കെ, അത് പിന്നെ ഒരു സ്ക്രീനിലുള്ളൊരിതല്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ചെറുപ്പത്തിൽ വളർത്തുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. ഇനി ഏത് അഡിക്ഷൻ ആണെങ്കിലും അത് മാറ്റാനുള്ള മാർഗങ്ങളിൽ ഒന്നാമത്തേത് അതിൽ നിന്ന് വേർപെടുത്തുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കുട്ടി കുറുമ്പ് പിടിക്കും, പ്രശ്നമുണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. അത് ആ സമയത്ത് സഹിക്കുക എന്നത് മാത്രമേ നിർവാഹമുള്ളൂ. വേറെ ഒരു കുറുക്കുവടികളുമില്ല. കുട്ടിക്ക് എന്ത് ആ രൂപത്തിലുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിലും ആ അഡിക്ഷനിൽ നിന്ന് മാറ്റുന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. ആ സമയത്ത് പക്ഷേ കുട്ടി എൻ്റർടൈൻ ചെയ്യിക്കാൻ കഴിയണം. അവിടെ നിങ്ങൾ മൊബൈൽ മാറ്റുമ്പോൾ മൊബൈൽ മാറ്റുന്നതിന് പകരമായി കുട്ടിക്ക് ആരോഗ്യപരമായ മറ്റ് കാര്യങ്ങൾ, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് കൊടുക്കാൻ കഴിയണം. ആ മൊബൈൽ മാറ്റിയിട്ട് TV കൊടുക്കാൻ പറ്റണം എന്നല്ല. പണ്ട് സിഗരറ്റ് വലി മാറ്റാൻ വേണ്ടി കള്ളുടി തുടങ്ങി 2 ഉണ്ടിപ്പെന്ന് പറഞ്ഞു, അതേപോലെ ആകരുത്. മറിച്ച് മൊബൈൽ മാറ്റാൻ വേണ്ടി ഫിസിക്കലായിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്, ഒരുപാട് എന്താ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പറ്റുന്ന ഗെയിംസ് ഉണ്ട്. അതിലേക്ക് കുട്ടികളെ മെല്ലെ കൊണ്ടുവരാൻ പറ്റണം. ഈ സമയത്ത് പാരൻസ് നന്നായി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം അവരുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വരും. ഒരു കാര്യം പറയാം, നല്ലൊരു പാരൻ്റ് ആകണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല പാരൻ്റ് ആകാൻ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന സമയത്ത് മുഴുവനും നിങ്ങൾക്ക് TV കാണണം, നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മുഴുവനും നിങ്ങൾക്കെല്ലാം യൂട്യൂബിൽ കളിക്കണം, എന്നിട്ട് ഈ കുട്ടിൻ്റെ അഡിക്ഷൻ എല്ലാം മാറ്റണം എന്നാണെങ്കിൽ കുട്ടിനെ വേറെ വല്ല സ്ഥാപനത്തിലും കൊണ്ടുപോയി ചേർത്തുന്നത് നല്ലത്. നിങ്ങളൊപ്പം കുട്ടിനെ വളർത്തരുത്. നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം കുട്ടിയുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് ഈ സാധനം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റണം. ഫോൺ വിളിക്കാൻ പറ്റുന്നതല്ല, ആ രൂപത്തിലുള്ള സ്ക്രീനുമായി ബന്ധപ്പെട്ട സംഗതികൾ മാറ്റിവെക്കാൻ പറ്റണം. എന്നിട്ട് കുട്ടിയെ ഇതിൽ നിന്ന് മാറ്റി അത് കൊണ്ടുവന്ന് അവന് പകരം ആൾട്ടർനേറ്റീവ്സ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരിക മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമേ നിർവാഹമുള്ളൂ. ഈ ഒരു സമയത്തുണ്ടല്ലോ, അഡിക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഏതൊരു അഡിക്ഷനിൽ നിന്നും നമ്മൾ വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് വിത്ഡ്രോവൽ സിംപ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ മദ്യപാനിയായ ഒരാൾ അഡിക്ഷൻ നിന്ന് മാറ്റാൻ വേണ്ടി മദ്യം കൊടുക്കാത്തൊരു സമയമുണ്ട്. ആ സമയത്ത് അയാൾ ചിലപ്പോൾ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ആ പ്രശ്നങ്ങളാണ് ചിലപ്പോഴെങ്കിലും നിങ്ങൾ കാണാറുണ്ട്. അഡോളസൻസുള്ള കുട്ടിക്ക് മൊബൈൽ കൊടുക്കാത്തതുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സംഗതി. ഈ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കുകയും വേണം. കുട്ടികളെ നന്നായി നമ്മുടെ ഒരു ഇൻവിജിലേഷനിലുള്ള സമയത്താണ് ഇങ്ങനത്തെ ഒരു സംഭവം നടപ്പാക്കേണ്ടത്. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക.